ബഹിരാകാശത്ത് എത്തിച്ചേരുന്ന ആസ്ട്രോണോട്സിന് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാനായി കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് നാസ ഒരു ട്വിൻ എക്സ്പെരിമെന്റ് നടത്തിയിരുന്നു. ഈ പരീക്ഷണത്തിനു വേണ്ടി അവരുടെ തന്നെ ഒരു ആസ്ട്രോനോട്ടായ സ്കോട്ട് കെല്ലിയെയാണ് തെരഞ്ഞെടുത്തത്. അതിനൊരു കാരണമുണ്ട്. സ്കോട്ട് കെല്ലിക്ക് ഒരു ഇരട്ട സഹോദരനുണ്ട്, മാർക്ക് കെല്ലി. രണ്ടുപേരെയും ഈ പരീക്ഷണത്തിന്റെ ഭാഗമാക്കി. മാർക്ക് കെല്ലി ഭൂമിയിൽ തന്നെ നിൽക്കും. സ്കോട്ട് കെല്ലിയാണ് സ്പേസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. യാത്രയ്ക്ക് മുമ്പ് സ്കോട്ട് കെല്ലിയുടെയും അതുപോലെ മാർക്ക് കെല്ലിയുടെയും ശാരീരിക പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ടെസ്റ്റ് റിസൾട്ടുകൾ ലഭ്യമായിരുന്നു. സ്പേസ് സ്റ്റേഷനിലെ കുറച്ചു നാളത്തെ ജീവിതത്തിന് ശേഷം സ്കോട്ട് കെല്ലി മടങ്ങി ഭൂമിയിൽ എത്തിച്ചേർന്നു. പിന്നീട് നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതേസമയം അദ്ദേഹത്തിന്റെ ഇരട്ട സഹോദരന് ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. സ്കോട്ട് കെല്ലിക്ക് ഹൃദ്രോഗത്തിന്റെ ഒരുപാട് സിംറ്റംസ് ഉണ്ടായി വന്നു. അദ്ദേഹത്തിന് സാൻഡ് സിൻഡ്രോം ഉണ്ടായി. സ്പേസ് ഫ്ലൈറ്റ് അസോസിയേറ്റഡ് ന്യൂറോ ഒക്യുലാർ സിൻഡ്രോം എന്നാണ് അതിൻ്റെ പൂർണ്ണമായ രൂപം. നമ്മൾ ഭൂമിയിൽ നിൽക്കുന്ന സമയത്ത് ബ്ലഡ് ഏറ്റവും കൂടുതലായിട്ട് ഫ്ലോ ചെയ്യുന്ന പ്രദേശം നമ്മുടെ കാൽപാദങ്ങളുടെ ഭാഗത്തായിരിക്കും. കാരണം ഗ്രാവിറ്റിയാണ്. എന്നാൽ നിങ്ങൾ സ്പേസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഫ്ലൂയിഡുകളൊക്കെ ഏതാണ്ട് യൂണിഫോമായിട്ട് തന്നെയാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ നമ്മുടെ തലച്ചോറിൽ എത്തിച്ചേരുന്ന ബ്ലഡിനേക്കാൾ കൂടുതൽ ബ്ലഡ് ആ ഘട്ടത്തിൽ എത്തിച്ചേരുന്നു. ബ്ലഡിന് പുറമെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡും എത്തുന്നുണ്ട്. ഇത് നമ്മുടെ കാഴ്ചശക്തിയെയും തലച്ചോറിൻ്റെ പ്രവർത്തനത്തെയും ബാധിക്കുന്നു. സ്കോട്ട് കെല്ലി തിരിച്ചു ഭൂമിയിൽ എത്തിച്ചേർന്നതിന് ശേഷം അദ്ദേഹത്തിന് സ്പെക്സ് ഉപയോഗിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായത്. കാരണം അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തിയെ ആ യാത്ര ബാധിച്ചു. സബ്സ്ക്രൈബ് ദിസ് ചാനൽ ഫോർ മോർ വീഡിയോസ്.